ഹലോ, നമുക്കെന്നേ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുത്ത ബീഫ് ഉണ്ടാക്കിയല്ലോ. ഈസി റെസിപ്പിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറുതായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂണ് സാദാ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂണ് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ 1 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാൻ കുറച്ച് ചതച്ച് വെച്ചിട്ടേ ഉള്ളൂ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മസാലയൊക്കെ തേച്ച് കൊടുത്ത് നന്നായിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കത് കുക്കറിൽ വെച്ചൊരു 6 വിസിലടിച്ച് വേവിച്ചെടുക്കാം. എനിക്ക് ഈ 6 വിസിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് തേങ്ങാക്കൊത്തെടുത്ത് ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും ചുവന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടിയാണ്. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. എനിക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റി വരുന്ന രീതിക്ക് സ്ലോ കുക്ക് ചെയ്ത് എടുക്കാം. ഞാനിതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിൽ വീഡിയോയിൽ പെട്ടിട്ടില്ല, അതുകൊണ്ടാണ്. കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ സ്ലോ കുക്ക് ചെയ്തെടുത്തുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.